KCB ഫീഡർ ലൈനിലെ തകരാറിനെ തുടർന്ന് നാളെ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം മുടങ്ങും. ആലുവ സബ് സ്റ്റേഷനിൽ നിന്ന് ശുദ്ധജല പ്ലാന്റിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് കേബിളിൽ തകരാർ സംഭവിച്ചതാണ് കാരണം. തകരാർ സംഭവിച്ച സ്ഥലം KCB ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പരിഹരിച്ച ശേഷം മാത്രമേ പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. അഞ്ജലി ശ്രീജിത രാജ് നൽകും വിവരങ്ങൾ. അഞ്ജലി, കൊച്ചി നഗരത്തെ ആകെ ഈ പ്രശ്നം ബാധിക്കുമോ? കുടിവെള്ളം മുട്ടുമോ കൊച്ചിയിൽ? വിനീത, കൊച്ചി നഗരത്തെ മാത്രമല്ല കൊച്ചിയുടെ സമീപ പ്രദേശങ്ങളിലും ഈ ഒരു പ്രശ്നം ബാധിക്കും. കാരണം ഇത്തരത്തിൽ ആലുവ സബ് സ്റ്റേഷനിൽ നിന്നും ശുദ്ധജല പ്ലാന്റിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് കേബിളിനാണ് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. എവിടെയാണ് ഈ കേബിളിന് തകരാറ് സംഭവിച്ച സ്ഥലമെന്ന് ഇതുവരെയും ഈ KCB അധികൃതർക്ക് കണ്ടെത്താനായില്ല. ചെറിയ സൂചനകളൊക്കെ ലഭിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും വിശദമായി എവിടെയാണ് ഈ പ്രശ്നം സംഭവിച്ചതെന്നത് ഇവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിദഗ്ധരായിട്ടുള്ള പല ടെക്നീഷ്യൻസും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തുടർന്നുള്ള പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ട് ടൗൺ ഫീഡറിന്റെ ഈ ഒരു വോൾട്ടേജ് കുറച്ചുകൊണ്ട് താൽക്കാലികമായിട്ടൊന്ന് പമ്പിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നടത്തി വരാൻ കഴിയാത്തതിനാൽ നാളെ പൂർണ്ണമായും ഈ രീതിയിലുള്ള, അതായത് കൊച്ചിക്കും സമീപ പ്രദേശങ്ങളിലേക്കുള്ള ശുദ്ധജലമാണ് മുടങ്ങുക. കൂടാതെ ഇത്തരത്തിലുള്ള ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനാൽ തന്നെ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് ഉച്ച മുതലായിരുന്നു ഈ പമ്പിംഗ് മുടങ്ങിയിരുന്നത്. ഇതിനെ തുടർന്ന് ഇനി നാളെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിയാൻ കഴിയുക. കാരണം കൊച്ചിയിൽ ഏകദേശം ഈ ശുദ്ധജല പ്ലാന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടുതലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ സമീപ പ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ പ്രശ്നം ബാധിക്കുന്നത്. പ്രത്യേകമായിട്ടും എവിടെയാണ് ഈ ഭൂഗർഭ പാതയിലാണ്, അതായത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു കേബിൾ ഉള്ളത്. ഈ കേബിൾ കണ്ടെത്താൻ ഇതുവരെയും കണ്ടെത്താത്ത സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? പൂർണ്ണമായും ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ നാളെ എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടോ എന്താണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്? കാരണം ഇത്ര വലിയ നഗരത്തിൽ ഇത്രയധികം ഫ്ളാറ്റുകളും മറ്റ് ഒക്കെ ഉണ്ട്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താണ് ബദൽ മാർഗം ഒരുക്കുക? ബദൽ മാർഗത്തെ, അതായത് ഈ വാട്ടർ അതോറിറ്റിന്റെ അധികൃതർ അറിയിച്ച കുറിപ്പിലുള്ളത് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുമെന്നുള്ള ഒരു കാര്യമാണ്. ഇവരോട് പറയുമ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോവുകയാണ്, ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള. ബദൽ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വ്യക്തമായ മറുപടി നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. പക്ഷേ ഇപ്പോഴും രാത്രിയായിട്ടും വൈകിയും വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള ടെക്നീഷ്യൻസ് എത്തുന്നുണ്ടെന്നും കൂടാതെ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള വിവരം മാത്രമാണ് വാട്ടർ അതോറിറ്റി നൽകുന്നത്. ഈ പ്രശ്നം ഉച്ച മുതലാണ് ഈ വൈദ്യുതി ലൈനിന്റെ തകരാറ് മുതൽ പമ്പിംഗ് മുടങ്ങിയിട്ടുള്ളത്. ഈ സാഹചര്യം കുറച്ചുകൂടി രൂക്ഷമാവുമ്പോഴാണ് ഈ രീതിയിൽ ആളുകളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം രൂക്ഷമാവുക. അപ്പോഴാണോ ഇവർ ഇത്തരത്തിലുള്ള ഒരു കരുതലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് വ്യക്തമല്ല. അതായത് ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ഇവർ പറയുന്നത് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തും, ഇത്തരത്തിലുള്ള ടെക്നീഷ്യൻസ്മാർ എത്തുന്നുണ്ട് എന്നുള്ളതല്ലാതെ ബദൽ മാർഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അവ എന്താണെന്നുള്ളതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. വിനീത, ശരി, ഏതായാലും അക്കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം നമ്മൾ തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം കണ്ടതാണ്. അതുപോലെ കൊച്ചി നഗരത്തിലും നാളെ വലിയ പ്രതിസന്ധിയാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങൾ നൽകുക.